ഹായ് ഹലോ, ഐ എം നിതിൻ. ദിസ് ഈസ് NSK ടിപ്സ്. അപ്പൊ കഴിഞ്ഞ 4 ഭാഗങ്ങളിലായിട്ട് നമ്മൾ SSLCയിലെ 5ാമത്തെ ചാപ്റ്റർ, മാത്തമാറ്റിക്സിലെ 5ാമത്തെ ചാപ്റ്റർ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോ 5ാമത്തെ ഭാഗത്തിലോട്ടാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. 5ാമത്തെ ഭാഗത്തില് ടു സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ. ടു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്. കിട്ടുന്ന ഉത്തരങ്ങൾ 2 ഉത്തരങ്ങൾ കാണും. ആ 2 ഉത്തരങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഒന്നുമില്ല, ഒരു പാടുമില്ല. നമ്മൾ ഓൾറെഡി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിരിക്കും അല്ലെ. ഏതാണ് നമ്മുടെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. ഞാനൊരു ക്ലൂ ഒക്കെ എല്ലാവർക്കും പറഞ്ഞു തന്നായിരുന്നു അല്ലെ. ഗൂപ്പാവാരോ കൂക്കു, ആ മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ്, ആ ടു സൊല്യൂഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പൊ നമുക്ക് വൈകാതെ തന്നെ നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്. ഞാൻ ആദ്യം ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പേ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി എടുക്കണം. അർത്ഥം മനസ്സിലാക്കുക, വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ. അപ്പൊ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യനിലോട്ടൊന്ന് നോക്കിയേ. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ദ പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ ഈസ് 195. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെ. ദ പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് പ്രൊഡക്റ്റ്? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗുണനഫലം. ടു കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ 2 അടുത്തടുത്ത ഒറ്റക്ക സംഖ്യ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് എടുക്കാൻ വേണ്ടി നമുക്ക് അടുത്തടുത്ത ഒറ്റക്ക സംഖ്യ, ആദ്യത്തെ ഒറ്റക്ക സംഖ്യയിലെ ഫസ്റ്റ് നമ്പറിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഫസ്റ്റ് നമ്പർ x ആയിട്ട് എടുത്താൽ തൊട്ടടുത്ത ഒറ്റക്ക സംഖ്യ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? x+2 ആയിട്ട് എടുക്കാം അല്ലെ. എന്തുകൊണ്ട് x+2 എടുത്തത്? നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒറ്റക്ക സംഖ്യ 1 ആണെങ്കിൽ തൊട്ടടുത്ത ഒറ്റക്ക സംഖ്യ കിട്ടാൻ ഒന്നിന്റെ കൂടെ എന്ത് കൂട്ടണം? 2 കൂട്ടിയാലേ 3 കിട്ടത്തുള്ളൂ. വേറൊരു എക്സാമ്പിൾ, ആദ്യത്തെ ഒറ്റക്ക സംഖ്യ 27 ആണെന്ന് വിചാരിക്കും. തൊട്ടടുത്ത ഒറ്റക്ക സംഖ്യ കിട്ടാൻ എന്ത് ചെയ്യണം? 27+2, അല്ലെന്നുണ്ടെങ്കിൽ 27-2. ഏത് വേണമെങ്കിലും എടുക്കാം. മൈനസ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം മൈനസ് ഒക്കെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് തെറ്റിപ്പോകും. അങ്ങനെ തെറ്റുപറ്റണ്ടല്ലോ. പ്ലസ് എടുത്ത് അങ്ങ് സിമ്പിൾ ആയിട്ട് അങ്ങ് ചെയ്തു പോകും. അപ്പൊ ഇവിടെ നോക്കുക, പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ ഈസ് 95. അപ്പൊ ഈ 2 ഓഡ് നമ്പറിന്റെ പ്രൊഡക്റ്റ് എത്രയാണെന്ന് അവർ പറയുന്നുണ്ട്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 195 എന്ന് പറയുന്നു. എന്തിന്റെ പ്രൊഡക്റ്റ് ആണ്? നമ്മുടെ ഈ 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ. ഏത് 2 കോൺസിക്യൂട്ടീവ്? എക്സിന്റെയും x+2ന്റെയും പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? x+2ന്റെ പ്രൊഡക്റ്റ് ആണ് 195. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. x അകത്തോട്ട് ഇങ്ങനെ ഗുണിക്കുക അല്ലെ. x ന് കൊടുക്കുമ്പോൾ എന്തായി മാറും? x² ആയി മാറും. ഇനി x2ന് കൊടുക്കുമ്പോൾ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ഇടണം. x2ന് കൊടുക്കുമ്പോൾ എന്താവും? 2x = 195. ഇത് കണ്ട പാതെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇത്രയും പാർട്ടുകളിൽ നമ്മൾ പഠിച്ചത് ഇങ്ങനെയുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡാണ്. എന്താണ് നമ്മുടെ മെത്തേഡ്? നമ്മുടെ ഗുപവര കൂക്കു അല്ലെ. ഗുപവര കൂക്കു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്ക്വയർ കംപ്ലീഷൻ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, എക്സിന്റെ ഗുപവര കൂക്കു. എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം? എക്സിന്റെ ഗുപവര കൂക്കു. എക്സിന്റെ ഗു എന്ന് പറഞ്ഞാൽ എന്താണ്? 2. ഗുണോത്തരം. എക്സിന്റെ ഗുണോത്തരം എത്രയാണ്? 2. അതുകൊണ്ട് ഗുവിന്റെ അവിടെ നമുക്ക് എന്തിടാം? 2. അതേപോലെ തന്നെ പ എന്ന് പറഞ്ഞാൽ 2ന്റെ പകുതി എത്ര? 1. 1ന്റെ വർഗം എത്ര? 1. ഈ 1 നമ്മൾ എന്ത് ചെയ്യണം? 2 സൈഡിലും കൂട്ടണം. ഏത് 2 സൈഡിലും? നമ്മുടെ ഇക്വേഷന്റെ 2 സൈഡിലും. നോക്കിയേ, നമ്മുടെ ഇക്വേഷൻ ഇതല്ലേ? x² + 2x അല്ലേ. അതിന്റെ ഈക്വൽ ടുവിന്റെ ലെഫ്റ്റ് സൈഡിലും കൂട്ടണം, റൈറ്റ് സൈഡിലും. അപ്പൊ എന്ത് വരും? x² + 2x + 1 = 195 + 1. വളരെ സിമ്പിൾ ആണ്. ഇനി ബാക്കിയെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് അറിയായിരിക്കും. എങ്ങനെയാണ്? x² + 2x + 1 = 196. വർഗം കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ക്വയർ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സ്ക്വയറിനെ പരിഗണിക്കേണ്ടതില്ല, അത് ക്യാൻസൽ ചെയ്യുക. മിച്ചം എന്തേ ഉള്ളു? ഇനി നമ്മുടെ പകുതിയായ 1 അല്ലെ. ആ 1 എഴുതുമ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? x. അപ്പൊ x എല്ലായിടവും ഇവിടെ എന്താണ്? പ്ലസ് ആണ്. അതുകൊണ്ട് ഇവിടെയും പ്ലസ്. ഇനി എന്താണ്? നമ്മുടെ പകുതിയായ 1 the whole square = 196. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി ബാക്കിയുള്ളത് നോക്കിക്കേ. ഈ സ്ക്വയർ ഈക്വലിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ എല്ലാം നമ്മൾ പഠിച്ചതാണ് അല്ലെ. സ്ക്വയർ ഈക്വലിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്ത് വരും? എക്സ് ഒന്നുകൂടെ വരയ്ക്കല്ലേ അല്ലെ. അത് ഇങ്ങോട്ട് നോക്കുക. ഞാൻ ബാക്കി ഈ വര ഇപ്പുറത്ത് എഴുതാം. അപ്പൊ സ്ക്വയർ ഈക്വലിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ x+1 = √196.
ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു റൂട്ട് 196 വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയാണ് 14 ആണ് അല്ലെ 14 ഗുണം 14 നിങ്ങൾ ഗുണിച്ച് നോക്കണം 14 ഗുണം 14 എത്ര കിട്ടും 190 അതുകൊണ്ട് റൂട്ട് 196 14 ആണ് ഈ പ്ലസ് ഈക്വലിന് അപ്പുറം പോകുമ്പോൾ നമ്മൾ എന്താണ് രണ്ട് നമ്പേഴ്സ് വേണം അല്ലെ 2 സൊല്യൂഷൻ ആണ് അല്ലെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ ഈ റൂട്ട് കിട്ടുന്ന സംഖ്യയുടെ കൂടെ ഒരു പ്ലസും ഒരു മൈനസും ഇട്ട് കൊടുക്കണം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഈ പ്ലസ് എന്താണ് റൂട്ട് കിട്ടിയ സംഖ്യ എത്രയാണ് 14 ആണ് അല്ലെ അപ്പൊ നമ്മള് എക്സ് പ്ലസ് 1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 14 എന്ന് എഴുതും അപ്പോഴാണ് നമുക്ക് രണ്ട് ഉത്തരം കിട്ടത്തുള്ളൂ ആ രണ്ടുത്തരത്തിന് വേണ്ടി നമുക്ക് രണ്ട് കോളം തിരിക്കുക നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക രണ്ട് കോളത്തിന്റെ അകത്ത് എന്ത് വരും എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു ഒരെണ്ണം പ്ലസ് 14 അടുത്ത എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു എന്ത് വരും ഒരെണ്ണം മൈനസ് 14 ഇത് മനസ്സിലാക്കി എടുത്താൽ ഇതാണ് രണ്ടുത്തരം ബാക്കിയെല്ലാം നമ്മൾ ചെയ്ത് പണ്ട് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ മുമ്പിലത്തെ ഭാഗത്തിലെ മുമ്പിലത്തെ പാട്ടിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും 14 ഈ പ്ലസ് 1 ഈക്വലിന് അപ്പുറം പോകുമ്പോൾ -1 എക്സ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി 13 അടുത്ത എന്താണ് എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ -14 ആണ് ഈ പ്ലസ് 1 ഇപ്പറേ പോകുമ്പോൾ എന്താവും -1 നമ്മൾ പഠിച്ചോണ്ട് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് അല്ലെ ഒരേ ചിഹ്നമായാൽ തമ്മിൽ കൂട്ടി പൊതു ചിഹ്നം ഇടണം ഒരേ ചിഹ്നമാണ് ഇവിടെ അതുകൊണ്ട് 14 ഒരേ ചിഹ്നമാണെങ്കിൽ തമ്മിൽ കൂട്ടുക അപ്പൊ 15 പൊതുവായ ചിഹ്നം എന്താണ് മൈനസ് രണ്ട് ആൻസർ ഏതൊക്കെയാണ് ആ 13 -15 മനസ്സിലായല്ലോ എക്സ് എന്ന് പറയുന്നത് 13 എടുത്താൽ തൊട്ടടുത്ത് എന്തായിരിക്കും 15 ആയിരിക്കും ഇനി എക്സ് എന്ന് പറയുന്ന -15 എടുത്താൽ തൊട്ടടുത്ത് എന്തായിരിക്കും ആ -15 പ്ലസ് 2 എത്ര വരും -13 ആയിരിക്കും മനസ്സിലായല്ലോ ഇതാണ് നമ്മുടെ 2 സൊല്യൂഷൻസ് എന്ന് പറയുന്ന പോർഷനിലെ ആദ്യത്തെ പ്രോബ്ലം അപ്പൊ നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലത്തിലോട്ട് കടക്കാം രണ്ടാമത്തെ പ്രോബ്ലവും വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ടാമത്തെ പ്രോബ്ലം ആണ് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി രണ്ടാമത്തെ പ്രോബ്ലം നമുക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോബ്ലം ഓക്കെ അപ്പൊ നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലത്തിലോട്ട് കടക്കാം എല്ലാവരും ശ്രദ്ധിക്കുക ഇവിടെയും രണ്ടാമത്തെ പ്രോബ്ലം വായിച്ച് നമ്മൾ എന്ത് ചെയ്യുക അർത്ഥം മനസ്സിലാക്കി എടുക്കണം ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫാക്ട് ഇവിടെയും പറഞ്ഞത് പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ നമ്പർ ദ പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു നമ്പർ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഫസ്റ്റ് നമ്പറിന് നമുക്ക് എന്തായിട്ട് എടുക്കാം എക്സ് ആയിട്ട് എടുക്കാം അപ്പൊ ഫസ്റ്റ് നമ്പർ എന്തായിട്ട് എടുക്കുക എക്സ് ആൻഡ് 2 ആഡഡ് അല്ലെ അടുത്ത സെന്റൻസിൽ അവർ പറയുന്നുണ്ട് എന്താണ് ആൻഡ് 2 ആഡഡ് എന്ന് പറയുന്നുണ്ട് ആൻഡ് 2 ആഡഡ് എന്തിന്റെ കൂടെ 2 ആഡ് ചെയ്യാൻ ഈ നമ്പറിന്റെ കൂടെ 2 ആഡ് ചെയ്യണം അപ്പൊ നമുക്ക് രണ്ടാമത്തെ നമ്പർ കിട്ടും അപ്പൊ രണ്ടാമത്തെ നമ്പർ നമുക്ക് എങ്ങനെ എഴുതാം സെക്കൻഡ് നമ്പർ നമുക്ക് എന്താ എഴുതാം സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2 കുഴപ്പമൊന്നുമില്ലല്ലോ ഇനി അവർ പറയുന്നത് അതിന്റെ പ്രൊഡക്റ്റ് ആണ് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 2 മോർ ദാൻ അർത്ഥം മനസ്സിലാക്കി എടുക്കണം ആ സംഖ്യയുടെ കൂടെ രണ്ട് കൂട്ടുന്നതിന്റെ കൂടെ പ്രൊഡക്റ്റ് ആണ് എത്ര പറഞ്ഞെങ്കിൽ 168 അപ്പൊ നമുക്ക് എന്തെഴുതാം സംഖ്യ എന്ന് പറയുന്നത് എക്സ് സംഖ്യയുടെ കൂടെ രണ്ട് കൂട്ടുക എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2 അതാണ് എത്ര 168 വളരെ സിമ്പിൾ അല്ലേ ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം എക്സിന് കൊടുക്കുമ്പോൾ എന്ത് വരും എക്സ് സ്ക്വയർ പ്ലസ് എക്സ് 2ന് കൊടുക്കുമ്പോൾ 2x ഈസ് ഈക്വൽ ടു 168 സിമ്പിൾ അല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കണം നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പഠിച്ചിട്ടുള്ളവരായതുകൊണ്ട് നമുക്ക് ഇത് മനസ്സിലായി ദിസ് ഈസ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ എന്ത് ഉപയോഗിക്കുക നമ്മുടെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡായ നമ്മുടെ ഉപവര മാർജിനോട്ട് മാറ്റി എഴുതുക ശേഷം നമുക്ക് എന്ത് ചെയ്യാം ആൻസർ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം ഞാൻ അത് ഇങ്ങോട്ട് എക്സ് ആയതുകൊണ്ട് എക്സിന്റെ എക്സിന്റെ ഗുണോത്തരം എത്രയാണ് ഇവിടെ 2 അതുകൊണ്ട് 2ന്റെ പകുതി 1 1ന്റെ വർഗ്ഗം 1 ചെയ്ത് കുഴഞ്ഞു നമ്മളിപ്പോ അല്ലെ സിമ്പിൾ ആയിട്ട് ചെയ്ത് പോക്കോ ഇതുപോലെ തന്നെ ചെയ്ത് അങ്ങ് പഠിച്ചു പോയാൽ മാത്രം മതി ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ മതി 2013 ശേഷം എപ്പോഴെങ്കിലും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് എന്ത് ചെയ്യുക വർഗമായ 1 168 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 169 വർഗം ഇനി ഇല്ലല്ലോ ഇനി നമുക്ക് എന്തേ ഉള്ളു എന്താണോ കണ്ടുപിടിക്കേണ്ടത് എക്സ് എല്ലായിടവും പ്ലസ് അല്ലേ അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്തിനാ പ്ലസ് ഇനി എന്തുവാണുള്ളത് നമ്മുടെ പകുതി എത്രയാണ് 1 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 169 ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് ചെയ്താൽ മതി മക്കളെ ഈ സ്ക്വയർ ഈക്വൽ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും റൂട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു പറഞ്ഞോ നിങ്ങൾ കൂടെ പറഞ്ഞോ എന്ത് വരും എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു റൂട്ട് 169 ഇനി പാടൊന്നും ഇല്ല ഇനി നമ്മൾ പഠിച്ചു കഴിഞ്ഞ് അല്ലെ ഇനി നമുക്ക് അറിയാവുന്ന സ്റ്റെപ്പ് മാത്രം എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടാം എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു റൂട്ട് 169ന്റെ വാല്യൂ എത്ര റൂട്ട് 169ന്റെ വാല്യൂ 13 ആണ്
ആ 13ന്റെ കൂടെ നമ്മൾ എന്തിട്ട് കൊടുക്കണം? ഒരു പ്ലസ് ഓർ മൈനസ് ഇട്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ കണക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? രണ്ടായിട്ട് തിരിക്കുക. ആദ്യത്തിന്റെ അകത്ത് എന്ത് വരിക? x+1 = 13. രണ്ടാമത്തെ അകത്ത് x+1 = -13. അതായത് x = 13. ഈ +1 ഇപ്പുറം പോകുമ്പോൾ -1. x എത്ര കിട്ടും? 12. ഇവിടെ എന്ത് വരും? x -13. ഈ +1 അപ്പുറം പോകുമ്പോൾ -1. x എത്ര കിട്ടി? -14. എന്നിട്ട് ഇവിടെ -14 എങ്ങനെ കിട്ടിയത്? ഇവിടെ -14 എങ്ങനെ കിട്ടിയത്? നിങ്ങൾ നോക്കിയാൽ ഇവിടുത്തെ ചിഹ്നങ്ങൾ രണ്ടും സെയിം അല്ലേ? ഒരേ ചിഹ്നമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തമ്മിൽ കൂട്ടണം. തമ്മിൽ കൂട്ടുമ്പോൾ 13 കൊണ്ട് എത്ര? 14. പൊതു ചിഹ്നം ഇവിടെ എന്താണ്? മൈനസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -14. രണ്ട് ഉത്തരം കിട്ടിയില്ല. ഒരു 12 കിട്ടി, ഒരു -14 കിട്ടി. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ എക്സിന്റെ സ്ഥാനത്തോട്ട് എന്തിട്ട് കൊടുക്കാം? 12 എന്നും അതിന്റെ തൊട്ടടുത്ത സംഖ്യ എന്തായിരിക്കും? 14. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാം? -14. അടുത്ത രണ്ടാമത്തെ സംഖ്യ എന്ത് കിട്ടും? -14 + 2 എത്ര? -12. ദാറ്റ് ഈസ് ആൻസർ. 2 സൊല്യൂഷൻ. ജസ്റ്റ് ഇത്രയും ചെയ്താൽ മതി. SSLCക്ക് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും 100% ഉറപ്പ്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനും കൂടെ ഒന്ന് പരിചയപ്പെട്ടു പോകാം. എന്ത് പറയുന്നു? 2 സൊല്യൂഷന്റെ അടുത്ത ക്വസ്റ്റ്യനും കൂടെ നമുക്ക് പരിചയപ്പെടുമ്പോൾ ആ ഒരു പോർഷൻ അങ്ങ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനോട്ട് നമുക്ക് പോവാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാം. ക്വസ്റ്റ്യൻ വായിച്ചും അർത്ഥം മനസ്സിലാക്കി എടുക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ. എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് 2 നമ്പേഴ്സ്. നമുക്ക് 2 സംഖ്യകൾ കണ്ടുപിടിക്കണം. ഒരു കാര്യം അവർ പറയുന്നത് സം 4 ആയിരിക്കണം, പ്രൊഡക്റ്റ് എത്ര ആയിരിക്കണം? 2 ആയിരിക്കും. സം എന്ന് പറഞ്ഞാൽ എന്താണ്? തുക. അപ്പൊ ഞാൻ എഴുതുന്നു ആദ്യത്തെ സംഖ്യ എക്സ്, രണ്ടാമത്തെ സംഖ്യ നമുക്ക് എന്തായിട്ട് എടുക്കാം? ആദ്യത്തെ സംഖ്യ നമുക്ക് എക്സ് എന്നും രണ്ടാമത്തെ സംഖ്യ നമുക്ക് എന്തായിട്ട് എടുക്കാം? വൈ എന്നും എടുക്കാം അല്ലെ? അവർ പറയുന്നുണ്ട് ഫസ്റ്റ് നമ്പർ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു, സെക്കൻഡ് നമ്പർ വൈ ആയിട്ട് എടുത്താൽ അവയുടെ തുക എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, അല്ലെങ്കിൽ തുകയാണ് 4. പിന്നെ അവർ പറയുന്നുണ്ട് അപ്പൊ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ നമ്പർ 1. ഇനി അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ XY ആണ് തന്നിരിക്കുന്നത് 2. ഇങ്ങോട്ട് നോക്കുക. ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് y = 2/x എന്ന് ഇരിക്കൂടെ? y ഇൻറ്റു ചെയ്തിരിക്കുവാണ്, ഈ ഇൻറ്റു ചെയ്തിരിക്കുക, വൈനെ അവിടെ നിർത്തി എക്സിന് അവിടെ എക്സ് എന്ന് പറയുന്ന ഇക്വലിന് അപ്പുറം പോകുമ്പോൾ എന്താവും? 2/x ആവും. ഈ വൈയുടെ സ്ഥാനത്തോട്ട്, ഏത് വൈയുടെ സ്ഥാനത്തോട്ട്? നമ്മുടെ ആദ്യത്തെ ഇക്വേഷന്റെ വൈ ഉണ്ടല്ലോ, ഈ വൈയുടെ സ്ഥാനത്തോട്ട് ഞാൻ 2/x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും? എക്സ് പ്ലസ് വൈയുടെ സ്ഥാനത്ത് എന്ത് ചെയ്താ? 2/x = 4. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ എക്സിന്റെ താഴെ എന്തുണ്ട്? 1 ഉണ്ട്. ദിസ് ഫ്രാക്ഷൻ അല്ലെ? നമുക്ക് ഇത് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ദാറ്റ് ഈസ് എക്സും കൂടെ ഗുണിക്കുമ്പോൾ എന്ത് വരും? x². ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്ലസ് 2 × 1 എത്രയാണ്? 2 ഡിവൈഡ് ബൈ x × 1 എത്രയാണ്? x. മനസ്സിലായില്ലേ? 2 × 1 2. ഈ x × 1 ആണ് x ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 4. ഈ ഡിവൈഡ് ചെയ്തിരിക്കുക 4 ഈക്വൽ ഇപ്പുറത്തോട്ട് വരാൻ നേരം എന്ത് വരും? ഡിവൈഡ് ചെയ്ത 4 അല്ല, ഡിവൈഡ് ചെയ്ത് x ഈക്വൽ അപ്പുറം വരുമ്പോൾ ഇൻറ്റു ആകും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ x² പ്ലസ് 2 ഈസ് ഈക്വൽ ടു 4x. ഞാനിത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഫോമിലോട്ടൊന്ന് മാറ്റാൻ പോവാ. ശ്രദ്ധിച്ചിരിക്കണം. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആദ്യം x² എഴുതി, അത് കഴിഞ്ഞ് നമുക്ക് എക്സിന്റെ ടൈം വേണ്ട അല്ലെ? ഈ എക്സിന്റെ ടൈം എന്ന് പറഞ്ഞാൽ ഈ 4x ആണ്. ഈ 4x ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിലോട്ട് വരാൻ നേരം എന്താവും? -4x ആവും. -4x. അതേപോലെ ഈ +2 ഈക്വൽ അപ്പുറത്തോട്ട് പോകാൻ നേരം, റൈറ്റ് സൈഡിലോട്ട് പോകാൻ നേരം ഈസ് ഈക്വൽ ടു എന്താവും? -2. ദിസ് ഈസ് ദ ഫോം ഓഫ് എന്താണ് മക്കളെ? ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഫോം. നമുക്കിനി നമ്മുടെ പാവം ഗുപവര കുക്കു ചെയ്യാം. എക്സിന്റെ ഗു പവര കു. എക്സിന്റെ ഗുണോത്തരം ഇവിടെ എത്ര? 4. 4ന്റെ പകുതി 2. 2ന്റെ വർഗം 4. ഈ 4 നമ്മൾ എന്ത് ചെയ്യുന്നത്? രണ്ട് സൈഡിലും കൂട്ടാം. നിങ്ങൾ കൂട്ടി പറയണം. കൂടെ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങളും പറയണം. അപ്പൊ അങ്ങ് പഠിക്കും. x² - 4x + 4 ഈസ് ഈക്വൽ ടു -2 + 4. ദാറ്റ് ഈസ് ഈക്വൽ ടു x² - 4x + 4 ഈസ് ഈക്വൽ ടു ഇതെന്ത് വരും? വ്യത്യസ്ത ചിഹ്നം, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്. വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ നമ്മൾ എന്തോ പഠിക്കണം? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുമ്പോൾ 4ൽ നിന്ന് 2 പോയാൽ 2. വലുതിന്റെ ചിഹ്നം പ്ലസ് ആണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അല്ലെ? അപ്പൊ വർഗം കൂട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ എന്ത് മാത്രമേ ഉള്ളൂ? പകുതി. പകുതി ചെയ്യുന്നതിന് മുമ്പ് എന്താണ് കണ്ടുപിടിക്കുക? എക്സ്. ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്. ഒരിടത്തെങ്കിലും മൈനസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ മൈനസ് ഇടാം. മൈനസ് ഇനി എന്താണ്? നമ്മുടെ പകുതി. പകുതി എത്രയാണ്? 2. പിന്നെ ഒരു സ്ക്വയർ ഇട്ട് കൊടുത്താൽ മാത്രമേ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2. ഈ സ്ക്വയർ ഈക്വലിന് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ എന്താവും? റൂട്ട് ആവും. ദാറ്റ് ഈസ് x - 2 ഈസ് ഈക്വൽ ടു √2. ഈ √2 എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പർ ആണ് അല്ലെ? കറക്റ്റ് ഒരു വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ 1.414 അങ്ങനെ ഒരു വാല്യൂ ഉണ്ട്. നമുക്ക് ഇറാഷണൽ നമ്പർ ആണെങ്കിൽ നമുക്ക് ആ നമ്പറിനെ അതേപോലെ തന്നെ നിർത്താം.
ആ നമ്പറിന്റെ കൂടെ നമുക്ക് ഡയറക്റ്റ് എന്തിട്ട് കൊടുക്കാം, പ്ലസ് ഓർ മൈനസ് എന്നിട്ട് കൊടുക്കാം. മറ്റേ ക്വസ്റ്റ്യൻസുകളിലെല്ലാം നമുക്കൊരു വാല്യൂ കിട്ടുന്നതുകൊണ്ട് ആ വാല്യൂന്റെ കൂടെ പ്ലസ് ഓർ മൈനസ്. ഇവിടെ ഒരു ഇറാഷണൽ നമ്പർ ആയതുകൊണ്ട് നമുക്ക് ആ നമ്പർ അതേപോലെ തന്നെ കിടക്കട്ടെ. നമുക്ക് ഡയറക്റ്റ് ആൻസറിലോട്ട് തന്നെ പോകാം. ആൻസർ എന്ത് വരും? രണ്ട് ഉത്തരം എന്ത് വരും മക്കളെ? അതെങ്ങനെ ഇങ്ങോട്ട് നോക്കിയേ. എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു പ്ലസ് റൂട്ട് 2 ഒരു ഉത്തരം, എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു മൈനസ് റൂട്ട് 2 രണ്ടാമത്തെ ഉത്തരം. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ആ റൂട്ട് 2 ഈ മൈനസ് 2 ഈക്വൽ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? പ്ലസ് 2. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻസർ. 2 സൊല്യൂഷൻ അല്ലേ? അതിന്റെ ആദ്യത്തെ സൊല്യൂഷൻ ആണ് റൂട്ട് 2 പ്ലസ് 2ഉം രണ്ടാമത്തെ സൊല്യൂഷൻ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് റൂട്ട് 2 ഈ മൈനസ് 2 ഈക്വൽ ഇപ്പുറം വരുമ്പോൾ എന്താവും? പ്ലസ് 2. ദിസ് ഈസ് ദ സെക്കൻഡ് സൊല്യൂഷൻ. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. സിമ്പിൾ അല്ലേ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ 2 സൊല്യൂഷൻ. പഠിപ്പിച്ച കാര്യങ്ങളും പഠിച്ച കാര്യങ്ങളും എല്ലാം സെയിം ആണ്. ഈ 2 സൊല്യൂഷന്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ റൂട്ട് എടുത്ത് കഴിയാൻ നേരം നമ്മൾ എന്തിട്ട് കൊടുക്കുക? ഒരു പ്ലസ് ഓർ മൈനസ് ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ഓൺലി വേ. നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു വേ അവിടെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ബാക്കിയെല്ലാം നമ്മൾ പഠിച്ച സാധനം തന്നെയാണ്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കി എടുക്കുക. ഇനി ഒരു 3 അരിത്തമെറ്റിക് സീക്വൻസിന്റെ കണക്ക് ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഭാഗം, അതായത് 6ാമത്തെ പാർട്ടിന്റെ അകത്ത് അതും പഠിച്ചുകൊണ്ട് ഈ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയും ഭാഗത്ത് 5 ഭാഗത്തെ എല്ലാ കണക്കുകളും നിങ്ങൾ ഒരു ബുക്കിന്റെ അകത്ത് എഴുതി മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വീഡിയോ കാണുക. ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടില്ലെങ്കിൽ, ഞാൻ പഠിപ്പിക്കുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ചാപ്റ്ററിന്റെയും വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കൃത്യസമയത്ത് എത്തുകയും ചെയ്യും. നിങ്ങൾക്ക് അത് ഫോളോ അപ്പ് ചെയ്ത് പോവുകയും ചെയ്യാം. എല്ലാ ചാപ്റ്ററും പഠിപ്പിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളുടെ ഒരു ഇത് ചെയ്തു തരും. ഇതെല്ലാം പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ സിമ്പിളായിട്ട് മാത്സിന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കുകയോ വേണ്ട. ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്, നിങ്ങൾ പേടിക്കുകയോ വേണ്ട. നിങ്ങൾക്ക് മാത്സ് ഫുൾ A+ നമുക്ക് കിട്ടിയിരിക്കും. മാത്സിന് A+. ബാക്കിയുള്ളത് നിങ്ങൾ പഠിക്കുക. അങ്ങനെ നിങ്ങൾ എല്ലാവരും ഫുൾ A+ കരസ്ഥമാക്കിയിരിക്കും, അത് ഉറപ്പാണ്. അപ്പം അടുത്ത വീഡിയോയിൽ അടുത്ത പാർട്ടുമായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.